ഹായ് മക്കളെ, ശാസ്ത്രമേള സയൻസ് ക്വിസിന് ആവശ്യമായ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്ത മക്കൾ അതൊന്ന് പോയി കാണുക. ഓരോ ചോദ്യവും 2 തവണ വായിക്കുന്നുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചോദ്യം 1. ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം ഏതാണ്? ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം ഏതാണ്? ഉത്തരം സൾഫർ ഡയോക്സൈഡ്. ചോദ്യം 2. കോശത്തിൻ്റെ ഊർജ്ജ സംഭരണി എന്നറിയപ്പെടുന്നത്? കോശത്തിൻ്റെ ഊർജ്ജ സംഭരണി എന്നറിയപ്പെടുന്നത്? ഉത്തരം മൈറ്റോകോൺട്രിയ. ചോദ്യം 3. ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. ചോദ്യം 4. ലെൻസ്, പ്രിസം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ലെൻസ്, പ്രിസം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഉത്തരം ഫ്ലിൻറ്റ് ഗ്ലാസ്. ചോദ്യം 5. BCG വാക്സിൻ ഏതു രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? BCG വാക്സിൻ ഏതു രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? ഉത്തരം ക്ഷയം. ചോദ്യം 6. ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഉത്തരം ടങ്സ്റ്റൺ. ചോദ്യം 7. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ഉത്തരം വജ്രം. ചോദ്യം 8. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം മഗ്നീഷ്യം. ചോദ്യം 9. പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? ഉത്തരം ഗ്രാഫൈറ്റ്. ചോദ്യം 10. പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഉത്തരം വജ്രം. ചോദ്യം 11. പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം ഏതാണ്? പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ മൂലകം ഏതാണ്? ഉത്തരം കാൽസ്യം. ചോദ്യം 12. നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ്? നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം കോർണിയ. ചോദ്യം 13. പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത് ആരാണ്? പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ലൂയി പാസ്ചർ. ചോദ്യം 14. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. ചോദ്യം 15. ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത്? ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത്? ഉത്തരം വൃക്ക. ചോദ്യം 16. പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്?
പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? ഉത്തരം ബ്യൂട്ടെയ്ൻ. ചോദ്യം 17. ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഉത്തരം കൽക്കരി. ചോദ്യം 18. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏതാണ്? മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏതാണ്? ഉത്തരം ടെക്നീഷ്യം. ചോദ്യം 19. ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഉത്തരം സിലിക്കൺ. ചോദ്യം 20. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. ചോദ്യം 21. രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മുട്ട ഉൽപാദനം. ചോദ്യം 22. ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം പാൽ ഉൽപ്പന്നങ്ങൾ. ചോദ്യം 23. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജെ.സി. ബോസ്. ചോദ്യം 24. ഏറ്റവും വേഗത കൂടിയ സസ്തിനി ഏതാണ്? ഏറ്റവും വേഗത കൂടിയ സസ്തിനി ഏതാണ്? ഉത്തരം ചീറ്റ. ചോദ്യം 25. ഏറ്റവും വേഗത കുറഞ്ഞ സസ്തിനി ഏതാണ്? ഏറ്റവും വേഗത കുറഞ്ഞ സസ്തിനി ഏതാണ്? ഉത്തരം സ്ലോത്ത്. ചോദ്യം 26. ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാണ്? ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത ധാന്യം ഏതാണ്? ഉത്തരം ഗോതമ്പ്. ചോദ്യം 27. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ആരാണ്? ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ്. ചോദ്യം 28. നിശാന്തതയുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? നിശാന്തത ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? ഉത്തരം വിറ്റാമിൻ എ. ചോദ്യം 29. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മത്സ്യോൽപാദനം. ചോദ്യം 30. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്?
ഉത്തരം വിറ്റാമിൻ സി. ചോദ്യം 31. കരളിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? കരളിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഹെപ്പറ്റോളജി. ചോദ്യം 32. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഉത്തരം സാന്തോഫിൽ. ചോദ്യം 33. ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഉത്തരം ആന്തോസയാനിൻ. ചോദ്യം 34. ഇലകൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഇലകൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഉത്തരം ഹരിതകം അഥവാ ക്ലോറോഫിൽ. ചോദ്യം 35. ആദ്യമായി ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഗ്രഹം ഏതാണ്? ആദ്യമായി ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഗ്രഹം ഏതാണ്? ഉത്തരം യുറാനസ്. ചോദ്യം 36. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഏതാണ്? മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഏതാണ്? ഉത്തരം ഓട്. ചോദ്യം 37. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? ഉത്തരം മീഥൈൽ ഐസോസൈനേറ്റ്. ചോദ്യം 38. ക്ലോറോ അസറ്റോഫിനോൻ വ്യാപകമായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ക്ലോറോ അസറ്റോഫിനോൻ വ്യാപകമായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കണ്ണീർ വാതകം. ചോദ്യം 39. ഉറുമ്പ് കടിച്ച ഭാഗത്ത് നീറ്റലുണ്ടാകുന്നത് ഏത് രാസവസ്തുവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്? ഉറുമ്പ് കടിച്ച ഭാഗത്ത് നീറ്റലുണ്ടാകുന്നത് ഏത് രാസവസ്തുവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്? ഉത്തരം ഫോമിക് ആസിഡ്. ചോദ്യം 40. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് കാണപ്പെടുന്നത്? മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് കാണപ്പെടുന്നത്? ഉത്തരം ലൂസിഫറിൻ. ചോദ്യം 41. പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്ത അമേരിക്കൻ ഭിഷഗ്വരൻ ആരാണ്? പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്ത അമേരിക്കൻ ഭിഷഗ്വരൻ ആരാണ്? ഉത്തരം ജോനാസ് സാൽക്ക്. ചോദ്യം 42. ഓറൽ പോളിയോ വാക്സിൻ അഥവാ പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ഓറൽ പോളിയോ വാക്സിൻ അഥവാ പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ആൽബർട്ട് സാബിൻ. ചോദ്യം 43. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ഉത്തരം കാൽസ്യം ഫ്ലൂറൈഡ്. ചോദ്യം 44. ഹൃദയത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? ഹൃദയത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന സ്ഥലം ഏതാണ്?
ഉത്തരം പെരികാർഡിയം. ചോദ്യം 45. ബ്ലഡ് ബാങ്കിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ബ്ലഡ് ബാങ്കിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം സോഡിയം സിട്രേറ്റ്. ചോദ്യം 46. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്ന രക്തവാഹി ഏതാണ്? ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്ന രക്തവാഹി ഏതാണ്? ഉത്തരം കൊറോണറി ധമനി. ചോദ്യം 47. നിറങ്ങളെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതൊക്കെയാണ്? നിറങ്ങളെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതാണ്? ഉത്തരം കോൺ കോശങ്ങൾ. ചോദ്യം 48. ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ഉത്തരം മെയ് 22. ചോദ്യം 49. ലോക പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ലോക പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ഉത്തരം നവംബർ 12. ചോദ്യം 50. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചോദ്യം 1. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ചോദ്യം 2. ഹൃദയത്തിൽ 4 അറകളുള്ള ഒരേ ഒരു ഉരകം ഏതാണ്? ഹൃദയത്തിൽ 4 അറകളുള്ള ഒരേ ഒരു ഉരകം ഏതാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.